ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ സോളിഡ് സ്റ്റേറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, നമുക്കറിയാം ക്രിസ്റ്റൽ സിസ്റ്റം ആൻഡ് ബ്രവേഴ്സ് ലാറ്റിസ്. അത് നമ്മൾ എത്ര പഠിച്ചിരുന്നാലും മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ഈസി ട്രിക്കുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ പറയട്ടെ, ക്രിസ്റ്റൽ സിസ്റ്റം നമുക്കറിയാം 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓവർവ്യൂ തരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ക്രിസ്റ്റൽ എന്താണ്? ക്രിസ്റ്റൽ നമ്മളെല്ലാവരും വീടുകളിൽ പഞ്ചസാര, സോൾട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പലപ്പോഴും പറയാം അത് ക്രിസ്റ്റൽ ഫോമിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്രിസ്റ്റൽ ഫോമിലിരിക്കുന്ന സോളിഡ്സ് നമുക്കതിനെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയാം. അവയ്ക്ക് ഒരു പ്രത്യേക പ്രോപ്പർട്ടീസ് ഉണ്ട് അവയ്ക്ക് മാത്രമായിട്ട്. എന്തൊക്കെയായിരിക്കാം? അവയ്ക്ക് റിജിഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അവ ഇൻകംപ്രസിബിൾ ആണ്, അവയുടെ ഡെൻസിറ്റി ഹൈ ആണ്, അവയ്ക്ക് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. അവിടെ പ്രോപ്പർട്ടീസൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കത് പിന്നെ അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത്തരം ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമുക്കല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഇവ എങ്ങനെയാണ് നമ്മുടെ ടോപ്പിക്കിൽ വരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കാം. നോക്കിയേ, ഞാനൊരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാനൊരു വാച്ച് ഗ്ലാസ്സിൽ നോക്കിയേ, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷുഗറാണ്. ഓക്കെ, ഷുഗറിനെ ഞാൻ വാച്ച് ഗ്ലാസ്സിലെടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നിരിക്കുന്നത്. നോക്കിയേ, ക്രിസ്റ്റൽ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. ഇതിനെ നമുക്ക് എന്താ പറയാം? ഷുഗർ ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. എന്താണ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്? ഞാനിതിനെ ഈ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിലോട്ട് അങ്ങ് വെച്ചു. ഇനി ഞാനിതിലുള്ള നോക്കിയേ ഒരു ക്രിസ്റ്റൽ, ഞാൻ ഇതിന് ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്. ഓക്കെ, ഇതിന് ഒരു പാർട്ടിക്കിൾ എടുത്ത് ഞാനത് ഇതിലോട്ട് വെക്കുകയാണ്, ഈ സൈഡിലോട്ട്. ഓക്കെ, ഞാൻ ഈ സൈഡിലോട്ട് വെക്കുക. ഓക്കെ, നോക്കിയേ, കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു പാർട്ടിക്കിൾ കുഞ്ഞു പാർട്ടിക്കിളല്ലേ, കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾ കണ്ടോ, ഞാൻ ഇതിലുള്ള നമ്മുടെ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആയ നമ്മുടെ ഗ്ലൂക്കോസിൽ നിന്നും ഒരു പാർട്ടിക്കിൾ മാറ്റി വെച്ചു. ഇതിനെ ഞാൻ പറയുന്നു ക്രിസ്റ്റൽ. ഓക്കെ, ഒരുപാട് ക്രിസ്റ്റൽസ് ഇരുന്നിട്ടാണ് നമ്മൾ എന്തായിരിക്കുന്നത് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഫോം ചെയ്തിരിക്കുന്നത്. അതിലുള്ള ഒരു പാർട്ടിക്കിളാണ് നമ്മുടെ ക്രിസ്റ്റൽ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാണാനായിട്ട് ഞാൻ നോക്കിയേ, കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂവിന് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്റ്റലാണ് ഈ കുഞ്ഞു കുഞ്ഞായിട്ട് കാണുന്ന ഓരോ പീസിനെയും നമുക്ക് എന്താ പറയാം? ക്രിസ്റ്റൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽസ് എന്ന് വെച്ചു. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ ക്രിസ്റ്റലിൻ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡിൻ്റെത്, അങ്ങനെ ഒരുപാട് സിങ്ക് ബ്ലെൻഡ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് ഈ കുഞ്ഞാളുടെയാണ് കേട്ടോ. ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് കുഞ്ഞാളുടെ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആട്ടോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒത്തിരി ബോക്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് 3 ഡയമെൻഷനിലോട്ട്. ഓക്കെ, 3 ഡിറക്ഷനിലോട്ടും അടുക്കി വെച്ചിരിക്കുന്ന ടൈപ്പ്, അതിന് ചേർത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കുഞ്ഞ് ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് ഈ കുഞ്ഞ് ക്രിസ്റ്റലിനാണ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഈ കുഞ്ഞ് ക്രിസ്റ്റലിൻ്റെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഞാനൊരു കുഞ്ഞ് ബോക്സ് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഒരൊറ്റ ബോക്സ്, ഒരുപാട് ബോക്സുകളാണെന്ന് പറഞ്ഞാൽ ഒരു ബോക്സിനെ മാത്രം ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ പറയും യൂണിറ്റ് സെൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് പറഞ്ഞാൽ നമ്മുടെ ഉപ്പാകാം, സാൾട്ടാകാം, നമുക്ക് എന്തോ ആകാം. അത് ക്രിസ്റ്റലൈൻ സോൾട്ട്സ് ആയിട്ടുള്ള എന്തോ ആകാം. അതിൻ്റെ ഒരു പാർട്ടിക്കിൾ കാണാൻ തന്നെ കഴിയുന്നില്ല. അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുക്കുമ്പോൾ അത് ഒത്തിരി വലുതായിട്ട് നമ്മൾ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. പക്ഷേ അതിനകത്ത് ഒത്തിരി യൂണിറ്റ് സെൽ അടങ്ങിയിട്ടുണ്ട്. ഒത്തിരി യൂണിറ്റ് സെല്ലുകളാണ് അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. യൂണിറ്റ് സെല്ല് ഇങ്ങനെ കണ്ടിന്യൂസായി നമ്മൾ 3 ഡയമെൻഷനിലോട്ടും അടുക്കി ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ. അത് ആരുടേതാണ്? ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെത്. അപ്പോൾ ഓരോ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിനും എന്തുണ്ടടാ? ഒരു യൂണിറ്റ് സെല്ലുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഓരോ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് എന്തുണ്ട്? ഓരോ യൂണിറ്റ് സെല്ലുണ്ട്. ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്കിനി പഠിക്കാൻ എളുപ്പമാണ്. നമുക്ക് ക്രിസ്റ്റലൈൻ എന്നൊക്കെ കണ്ടതാണല്ലോ അല്ലേ. ഞാനത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ക്രിസ്റ്റൽ എന്താണെന്ന് മനസ്സിലായി.
യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലായി. ഇനി ക്രിസ്റ്റൽ സിസ്റ്റം എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, നമ്മളിപ്പോൾ കണ്ട ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, അതിൻ്റെ യൂണിറ്റ് സെല്ലാണല്ലോ ഇത്. ആ യൂണിറ്റ് സെല്ലിന് കുറച്ചധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. ആംഗിൾസ് ഉണ്ട്, ഡിറക്ഷൻ ആക്സിസ് ഉണ്ട്. ഓക്കെ, 3 ആക്സിസ് ഉണ്ട്. നമുക്കറിയാം 3D വ്യൂ ആകുമ്പോൾ 3 ആക്സിസ് ഉണ്ട്, 3 ആംഗിളുണ്ട് അവയ്ക്കിടയിൽ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിനനുസരിച്ച് നമുക്ക് ഉള്ള ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് മുഴുവനും അവയുടെ ഓരോ യൂണിറ്റ് സെല്ലിൻ്റെയും, അപ്പോൾ ഓരോന്നിനും ഓരോ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിനും ഓരോ യൂണിറ്റ് സെല്ലായിരിക്കുമല്ലോ, അവയുടെ പാരാമീറ്റേഴ്സിനനുസരിച്ച് നമുക്ക് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ 7 ഗ്രൂപ്പുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, 7 ഗ്രൂപ്പുകളാണ് ഈ കാണുന്നത്. അപ്പോൾ 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ആരൊക്കെയാണ്? ക്യൂബിക്, ട്രിഗണൽ, ടെട്രാഗണൽ, ഹെക്സോഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഇങ്ങനെ 7 പേര്. ഇതിൽ ഈ ട്രൈഗണലിൻ്റെ മറ്റൊരു പേരുണ്ട് റോംബോഹിഡ്രൽ. ഓക്കെ, എന്താണ് റോംബോഹിഡ്രൽ? ട്രൈഗണലിൻ്റെ മറ്റൊരു പേരാണ് റോംബോഹിഡ്രൽ. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ സൂപ്പർ ഈസി ട്രിക്കിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താടാ? കട്ട് ദി ഹോം ട്രീ. എന്താണ്? കട്ട് ദി ഹോം ട്രീ. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. CU represent cubic, CU for cubic, T for trigonal, T for trigonal, again T for tetragonal, then H for hexagonal, O for orthorhombic, M for monoclinic and TR for triclinic. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. CU ക്യൂബിക് ആണെന്ന് പറഞ്ഞു. അടുത്തുള്ള T ട്രൈഗണലിനെ സൂചിപ്പിക്കുകയാണ്. ആരെയാണ്? ട്രൈഗണലിനെ. ഇവിടെ നോക്കിയേ, ഈ 3 വേഡിൽ നോക്കിയേ, സഫിക്സ് ആരാണടാ? ഗണൽ. സെയിം വേഡാണ്. ആര് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ? നമ്മുടെ പ്രിഫിക്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ട്രൈ, ടെട്രാ, ഹെക്സ, ഒരു ഓർഡറിൽ, ഒരു എന്താണ് ഇൻക്രീസിങ് ഓർഡറിൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാണ്. എക്സെപ്റ്റ് ടെട്രാ കഴിഞ്ഞ് പെൻഡയിൽ ആരാണുള്ളത്? ഹെക്സ. അത് നമുക്കറിയാമല്ലോ 7 പേര് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ പിന്നെ തെറ്റാൻ ചാൻസ് കുറവാണ്. ട്രൈഗണൽ, ടെട്രാഗണൽ, ഹെക്സഗണൽ. ഓക്കെ, അപ്പോൾ അത്രയും പേരെ നമ്മൾ മാറ്റി വെച്ചു. ഇനി അടുത്തുള്ള ആരാണ്? നമ്മുടെ ഓർത്തോറോംബിക്, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഇപ്പോൾ നമ്മുടെ ട്രിക്ക് പഠിച്ചു. അതനുസരിച്ച് അറേഞ്ച് ചെയ്തും വെച്ചു. ക്യൂബിക് ഉണ്ട്, ട്രൈഗണൽ ഉണ്ട്, ടെട്രാഗണൽ, ഹെക്സഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഇത്ര അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലോട്ട് കിടക്കുകയാണ്. സൂപ്പർ ഈസിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഞാൻ ആദ്യത്തെ 2 പേരെ ഒരൊറ്റ ഗ്രൂപ്പാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ 3 കളറിലായിട്ടാണ് ഇതിനെല്ലാം എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 2 പേരും ഒരു ഗ്രൂപ്പ് എന്ന് കാണിക്കാനാണ് ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നത്. അടുത്ത 2 പേരെ ഞാൻ അടുത്ത ഗ്രൂപ്പിലോട്ടാക്കി. അപ്പം 2, 2, 3 എന്നുള്ള ഓരോ സെറ്റുകളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്താടാ? 2, 2, 3 എന്ന് പറയുന്ന ഓരോ സെറ്റുകളാക്കി ഞാനിവയെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കാം. ആക്സിയൽ ലെങ്ത്, ആക്ഷ്വൽ ആംഗിളും ആക്ഷ്വൽ ലെങ്ത്തും എന്താണെടാ? പാരാമീറ്റേഴ്സാണ്. ആ പാരാമീറ്റേഴ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട്. ക്യൂബിനറിയാം നമുക്ക് ഇതൊരു യൂണിറ്റ് സെല്ലിൻ്റെ മോഡലാണ്. ഓക്കെ, ഞാനൊരു യൂണിറ്റ് സെല്ല് വരച്ച് കഴിഞ്ഞാൽ ക്യൂബായിട്ടായിരിക്കും നമ്മൾ പൊതുവെ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഈ ക്യൂബിനെ ഞങ്ങൾ യൂണിറ്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് ഫേസ് ആണല്ലേ. നമുക്കിപ്പം 3 ഫേസ് നമുക്ക് ഓൾറെഡി കാണാൻ കഴിയുന്നുണ്ട്. ഈ ഓരോ ഫേസിന് ഓപ്പോസിറ്റ് എന്തുണ്ട്? സെയിം കളറിലുള്ള ഫേസ് ഉണ്ട്. ഓക്കെ, അപ്പം ടോട്ടൽ ഒരു എത്ര ഫേസ് വരും? ഇവിടെ തന്നെ 3 പേരുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓപ്പോസിറ്റ് ആകുമ്പോൾ ടോട്ടൽ ഒരു 6 ഫേസ്. എത്ര ഫേസ് ഉണ്ടടാ? ടോട്ടൽ 6 ഫേസ്. എത്ര ഫേസ്? ടോട്ടൽ 6 ഫേസ് ഉണ്ട്. ടോട്ടൽ 6 ഫേസ് ഉണ്ട്. ഇനി നോക്കിയേ, ഞാൻ എൻ്റെ ഫ്രണ്ട് ഫേസിനൊന്ന് ഓപ്പൺ ചെയ്യുവാണേ. ഫ്രണ്ട് ഫേസിനൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, ഫ്രണ്ട് ഫേസിനൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. എന്തൊക്കെ കാണാം നമുക്ക് അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ ആൾക്കാരുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ള ഫേസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വയലറ്റ് കളറിൻ്റെ ബേക്കിൽ ഞാൻ ജസ്റ്റ് ഒരു പെൻസിൽ ഷാഡോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇനി എത്ര എഡ്ജ് ഉണ്ട്? എഡ്ജ് എന്ന് പറയുന്ന ആരാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
11, 12. അപ്പോൾ മൊത്തം ടോട്ടൽ എത്ര എഡ്ജ് ഉണ്ട്? എഡ്ജ് 12. എഡ്ജ് എത്രയുണ്ടടാ? 12 എഡ്ജ് ഉണ്ട്. എഡ്ജ് 12 ഉണ്ട്. എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ്. എത്ര കോർണേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ എത്ര കോർണേഴ്സ് ഉണ്ട്? കോർണേഴ്സ് എത്രയുണ്ട്? 8 അല്ലേ? എത്രയുണ്ട്? 8 കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്കിതിൻ്റെ ഒരു കോർണർ ഞാൻ കൺസിഡർ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനടാ? ഒരു കോർണർ കൺസിഡർ ചെയ്യുകയാണേ. ഞാൻ എന്തേ ഈ ഒരു കോർണർ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു കോർണറിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ 3 ഡിറക്ഷൻസ് എ ബി സി ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവയ്ക്കിടയിലെ ആംഗിൾസിനെ ആൽഫ ബീറ്റ ഗാമ എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവ മാറിപ്പോകാൻ പാടില്ല. എക്കും ബിക്കും ഇടയിൽ ഗാമ തന്നെ ആയിരിക്കണം, ബിക്കും സിക്കും ഇടയിൽ ആൽഫ, എക്കും സിക്കും ഇടയിൽ ബീറ്റ. ഇത് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ബുക്സുകളിൽ മാറ്റമുണ്ട്, പക്ഷെ നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ 3 ആക്സിസ് ഉണ്ട്. ആരൊക്കെയാണ്? എ, ബി ആൻഡ് സി അല്ലേ? ഇനി അവയുടെ കൂടെ നമ്മൾ എടുത്ത ആംഗിളുകളുടെ പേരെന്താണെടാ? ആൽഫ ബീറ്റ ഗാമ അല്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ എയും ബിയും ആക്സിസുകളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, എയും ബിയും ആക്സിസുകളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഞാൻ അവയ്ക്കിടയിൽ കൊടുക്കുന്ന ആംഗിളിൻ്റെ പേര് ഗാമ എന്നായിരിക്കും. ഓക്കെ, ഇനി ബിയും സിയുമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ആക്സിസുകളെങ്കിൽ, ബിയും സിയുമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എങ്കിൽ അവയ്ക്കിടയിൽ ഞാൻ കൊടുക്കുന്ന ആംഗിളിൻ്റെ പേരെന്തായിരിക്കും? ആൽഫ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ കൊടുക്കുന്നത് എക്കും സിക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ, എക്കും സിക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ, എക്കും സിക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഏത് ആംഗിളായിരിക്കും ഇടാ? ബീറ്റ ആംഗിളായിരിക്കും. ഇത് മാറിപ്പോകാൻ പാടില്ല. ഇതാണ് നമ്മുടെ പാരാമീറ്റേഴ്സ്. ഈ പാരാമീറ്റേഴ്സിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റത്തിനെയും ബ്രവേസ് ലാറ്റിസിനെയും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എ ബി സി ഇവയെ നമുക്ക് ആക്സിലാണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിൽ ലെങ്ത് ഓർ ആക്സിൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അതുപോലെ ഈ ആംഗിൾസിനെ നമുക്ക് ആക്സിൽ ആംഗിൾസ് എന്നും വിളിക്കാം. എന്താണ്? ആക്സിൽ ആംഗിൾസ് എന്നും വിളിക്കാം. എന്ത്? ആക്സിൽ ലെങ്ത് ആൻഡ് ആക്സിൽ ആംഗിൾസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആദ്യമേ 2, 2, 3 എന്നുള്ള ഒരു പാറ്റേണിൽ നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ട്രിക്ക് വഴി. ഓക്കെ, ക്യൂബിക് ട്രൈഗണൽ ഒരു സെറ്റാണ്. അപ്പോൾ നമ്മളിതിന് ആക്സിൽ ലെങ്ത്തും ആക്സിൽ ആംഗിൾസും ഇനി കൊടുക്കാൻ പോകുന്നത് ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും. ഓക്കെ, ശ്രദ്ധിക്കാം. നമുക്ക് ഇതിനും ഒരു ട്രിക്കാണ്. ഇതെല്ലാം നമ്മൾ ട്രിക്ക് വഴിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആക്സിൽ ലെങ്തിന് 3 പാരാമീറ്റേഴ്സാണ്. ആരൊക്കെയാണ്? 3 ഡിറക്ഷനാണ്. അപ്പോൾ എ ബി സി 3 ആക്സിലാണ് ആക്സിൽ ലെങ്ത് ഓർ ആക്സിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യൂബിക്കിനും ട്രൈഗണലിനും സെയിം ആക്സിൽ ലെങ്താണ്. മീൻസ് നോക്കിയേ, എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. ആദ്യത്തെ 2 ആൾക്കാർക്കും സെയിം തന്നെയാണ്. അപ്പോൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ട്രൈഗണലിനും എന്ത് തന്നെ ആയിരിക്കും ഇടാ? എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. ഓക്കെ, ഇനിയുള്ളത് ആരാണ്? നമ്മുടെ ടെട്രഗണലും ഹെക്സഗണലും. അപ്പോൾ അവയും അടുത്ത സെറ്റാണ്. ആദ്യത്തെ 2 സെറ്റിനും ഒരേ ആൾക്കാർ. അടുത്ത 2 സെറ്റ് ഇത് രണ്ടിനും സെയിം എന്താണെന്ന് നോക്കാം. എ ഈക്വൽ ടു ബി ഈക്വൽ ടു ബി വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സി. ഇവിടെ 2 ആൾക്കാർ 3 ആൾക്കാരും സെയിം ആണ്. 2 ഈക്വൽ സൈൻ ഉണ്ട്. ഇവിടെയോ ബിയും സിയും എന്തല്ല? ഈക്വൽ അല്ല. മീൻസ് എയും ബിയും ഈക്വൽ ആണ്. സി എയോടോ ബിയോടോ എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, ഇവിടെ എന്ത് തന്നെയാണ്? എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അടുത്ത് നമ്മുടെ 3 പേരടങ്ങുന്ന ഒരു സെറ്റാണ്. അവിടെ വന്നിട്ട് എന്താണെടാ? എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഇവിടെയും എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഇവിടെയും എന്ത് തന്നെയാണ്?
എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എളുപ്പമല്ലേ? രണ്ട് പേരടങ്ങുന്ന ആദ്യത്തെ രണ്ട് സെറ്റും അവസാനത്തത് 3 പേരടങ്ങുന്ന ഒരു സെറ്റും ഈക്വലാണ്. എയും ബിയും സിയും എയും ബി സിയും ക്യൂബിക്കിനും ട്രൈഗണലിനും ഒരേ പാറ്റേൺ ആണ്. ടെട്രഗണലിനും ഹെക്സഗണലിനും ഒരേ പാറ്റേൺ ആണ്. ഓർത്തോറോംബിക്, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്കിനും ഒരേ പാറ്റേൺ ആണ്. എളുപ്പമല്ലേ? ഇനി അടുത്തത് ആക്ച്വൽ ആംഗിൾസ് നോക്കാം. ആക്ച്വൽ ആംഗിൾസിൽ എന്താണെന്ന് നോക്കാം. നോക്കിയേ, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ. ഓക്കെ, ഈക്വൽ ടു എന്താണിടാ? ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇതല്ലേ? സെക്കൻഡ് സെറ്റ് ഇതല്ലേ? ഫസ്റ്റ് സെറ്റിലെയും സെക്കൻഡ് സെറ്റിലെയും തേർഡ് സെറ്റിലെയും ആൾക്കാർക്ക് ആക്ച്വൽ ആംഗിൾ സെയിം ആണ്. എന്താണ്? ഫസ്റ്റ് സെറ്റിൻ്റെയും സെക്കൻഡ് സെറ്റിൻ്റെയും തേർഡ് സെറ്റിൻ്റെയും ആദ്യത്തെ ആൾക്കാരുടെ ആക്ച്വൽ ആംഗിൾസ് ഒരുപോലെയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റിൽ ആദ്യത്തെ ആൾക്ക് എന്ത് കൊടുക്കുകയാണ്? ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. തേർഡ് സെറ്റിലെ ആദ്യത്തെ ആൾക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. എളുപ്പം അല്ലേ? ഇനി അടുത്തത് ഫസ്റ്റ് സെറ്റിലെ രണ്ടാമത്തെ ട്രൈഗണലിന് വരുമ്പോൾ ആക്ച്വൽ ലെങ്തിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നു. എന്താണ്? ആൽഫയും ബീറ്റയും ഗാമ ഇപ്പോൾ എന്താണ്? 90ക്ക് ഈക്വലാണ്. അടുത്ത ആൾക്ക് 90ക്ക് എന്തല്ല? ഈക്വൽ അല്ല. പക്ഷേ ആൽഫയും ബീറ്റയും ഗാമ എന്താണ്? ഈക്വലാണ്. പക്ഷേ ആർക്ക് ഈക്വൽ അല്ല? 90ക്ക് ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ കൊടുത്തു ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വരുന്ന ആൾ, അതായത് രണ്ടാമത്തെ സെറ്റിലെ ഹെക്സഗണൽ. രണ്ടാമത്തെ സെറ്റിലെ ഹെക്സഗണൽ ചെറിയ സ്പെഷ്യൽ ഉണ്ട്. ഈ തന്നിട്ടുള്ള എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റത്തിലും സ്പെഷ്യലായിട്ട് ഒരു ആംഗിൾ എൻ്റർ ചെയ്യുന്നത് ഹെക്സഗണലിലാണ്. ആരാണ് ആംഗിൾ? നോക്കാം നമുക്ക്. അതായത് ആൽഫയും ബീറ്റയും എന്താടാ? ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആയിരിക്കും. ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആയിരിക്കും. ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഗാമ വന്നിട്ട് 120 ഡിഗ്രി. ഗാമ വന്നിട്ട് എന്താടാ? 120 ഡിഗ്രി. അപ്പോൾ അത് ഓർത്ത് വെക്കാനൊരു എളുപ്പം പറഞ്ഞുതരാം. കാരണം 120 നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഒരാൾക്കേ വരുന്നുള്ളൂ. 90 എന്നുള്ള ഒരു നമ്പർ മാറിയിട്ട് വരുന്ന ഒരേ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം ഹെക്സഗണലാണ്. അതെങ്ങനെ ഓർത്തിരിക്കാമെന്ന് പറഞ്ഞുതരാം. ഹെക്സഗണലിലാണ് ഗാമ 120 വരുന്നതെന്ന് ഓർത്തിരിക്കാൻ നമുക്കറിയാം. ഹെക്സാന്ന് വെച്ചാൽ 6 അല്ലേ? ഹെക്സാന്ന് വെച്ചാൽ എന്താണ്? 6. 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ 12. 120 എന്ന് പറയുന്നത് അല്ലേ? ഹെക്സ 6. 6 × 2 12 ഓർ 6 × 20 120. അത് ആലോചിച്ചിരുന്നാൽ മതി കേട്ടോ. 6ൻ്റെ ഇരട്ടി, 0നെ കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 6ൻ്റെ ഇരട്ടി എന്താണ്? 12. അപ്പോൾ ഹെക്സഗണിലാണ് ആര് വരുന്നത്? 120. ഓക്കെ, അവിടെ എല്ലാവരും എന്താണ്? ആൽഫയും ബീറ്റയും 90 ആണ്. ഗാമ 120ക്ക് ഈക്വലാണ്. ഓക്കെ, ഇനി വരുന്നത് നോക്കിയേ, മോണോക്ലിനിക്കിന്. എന്താണ്? മോണോക്ലിനിക്കിന് വരുമ്പോൾ ബീറ്റി ആൽഫയും നോക്കി ശ്രദ്ധിച്ചോണേ. ഇവിടെ ആൽഫയും ഗാമയും ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. പക്ഷെ ആരവിടെ ഈക്വൽ അല്ല? ബീറ്റ 90ക്ക് ഈക്വൽ അല്ല. ബീറ്റ 90ക്ക് ഈക്വൽ അല്ല. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ മനസ്സിലാവണമെന്ന് തോന്നുന്നു. കാരണം ക്യൂബിക്കും ടെട്രഗണലും ഓർത്തോറോംബിക്കിനും ഒരേ ആംഗിൾസ് ആണ്. ആർക്കൊക്കെയാണ്? നമ്മുടെ ആദ്യത്തെ ആൾക്ക്, രണ്ടാമത്തെ സെറ്റിൽ ആദ്യത്തെ ആൾക്ക്, മൂന്നാമത്തെ സെറ്റിൽ ആദ്യത്തെ ആൾക്കും ഈക്വലാണ്. ഇനി ആദ്യത്തെ സെറ്റിൽ രണ്ടാമത്തെ ആൾക്ക് എന്താണ്? ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 90. ആദ്യത്തെ ആൾ ഈക്വൽ ടു 90 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഒരു സെറ്റ് തീർന്നു. രണ്ടാമത്തെ സെറ്റിൽ ആദ്യത്തെ ആൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ എന്താണ്? പുതിയൊരാൾ. ഹെക്സ എന്ന പേര് വരുമ്പോൾ തന്നെ ഓർക്കുക, അവിടെ ഒരു 12ൻ്റെ എൻറ്ററിങ് ഉണ്ട്. അതാരാണ്? 12 എൻട്രി ആണ് അല്ലേ? അപ്പോൾ ആൽഫ ബീറ്റ 90 ആണ്, ഗാമ 120 ആണ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റും കഴിഞ്ഞു. മൂന്നാമത്തെ സെറ്റിൽ ആദ്യത്തെ ആളെല്ലാം 90 ആണ്. ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക്. മോണോക്ലിനിക്കിന് ചെറിയൊരു ഡിഫറൻസ് ഒന്നും, ആൽഫയും ഗാമയും 90 ആണ്. പക്ഷേ അവിടെ ആര് 90 അല്ലടാ? ബീറ്റ 90 അല്ല.
ഇനി എല്ലാത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ട്രൈക്ലിനിക് എന്ന് വെച്ചാൽ അതിന് സിമട്രി നോ സിമട്രി ആണ്. ഓക്കെ, അതായത് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി എളുപ്പത്തിന് ഇപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനിയുള്ള എളുപ്പത്തിനൊരു പറയുകയാണ് ഫോർട്ടീൻ ബ്രേവിയസ് ലാറ്റിസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഇതും കൂടി ഞാൻ ഇതിലൂടെ കവർ ചെയ്യുകയാണ്. ഇത് പഠിക്കാനായിട്ടുള്ളൊരു എളുപ്പവിദ്യ പറഞ്ഞുതരാം. സൂപ്പർ ഫേസ് എന്താണിടാ? ഒരു ട്രിക്ക് ഓൾറെഡി കഴിഞ്ഞു, ക്രിസ്റ്റൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇനി അടുത്ത് ഫോർട്ടീൻ ബ്രേവിയസ് ലാറ്റിസ്. ഈ ഓർഡറിൽ തന്നെയുള്ള ഫോർട്ടീൻ ബ്രേവിയസ് ലാറ്റിസിൻ്റെ ഇത് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ട്രിക്കാണ് സൂപ്പർബ് ഫേസ്. അപ്പോൾ നമ്മൾ ഫോർട്ടീൻ ബ്രേവിയസ് ലാറ്റിസ് നമുക്കറിയാം, മെയിനായിട്ട് 4 നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ പ്രിമിറ്റീവ്, പിന്നെ ആരാണുള്ളത് ബോഡി സെൻറ്റേഡ്, പിന്നെ ഉള്ളത് ഫേസ് സെൻറ്റേഡ്, 4ാമത്തത് എൻഡ് സെൻറ്റേഡ്. ഓക്കെ, അപ്പോൾ എസ് ഫോർ ആദ്യത്തെ കോളത്തിനാണ് SC, B ഫോർ രണ്ടാമത്തെ കോളത്തിന് ബോഡി സെൻറ്റേഡ്, F ഫോർ മൂന്നാമത്തെ കോളത്തിന് ഫേസ് സെൻറ്റേഡ്, E ഫോർ എൻഡ് സെൻറ്റേഡ്. ഓക്കെ, അത് തിരിഞ്ഞു പോകരുത്. എന്താണ്? എസ് ഫോർ സിമ്പിൾ ക്യൂബിക്, B ഫോർ BCC, F ഫോർ FCC, E ഫോർ ECC. ഓക്കെ ഓക്കെ, ഇത്രയും ആൾക്കാരാണ് ഇന്നത്തുള്ളത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഫോർട്ടീൻ ബ്രേവിയസ് ലാറ്റിസിൽ എല്ലാ 7 ക്രിസ്റ്റൽസ്, അതായത് എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റത്തിനും ഉള്ള ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ആരാണ്? സിമ്പിൾ ക്യൂബിക്കാണ്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് എന്തെഴുതാം? സിമ്പിൾ ക്യൂബിക്. എല്ലാത്തിലും ആരുണ്ട്? സിമ്പിൾ ക്യൂബിക്. എസ് എന്തുണ്ടടാ? എല്ലാത്തിലും ഉണ്ട്. എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റത്തിലുമുള്ള യൂണിറ്റ് സെല്ലാണ് നമ്മുടെ SC. ഓക്കെ, ഇനി അടുത്തുള്ള ആരാണ്? നമ്മുടെ BCC. അതെന്ന് പറയുന്നത് ക്യൂബിക്കിലുണ്ട്. BCC ആരിലുണ്ട്? ക്യൂബിക്കിലുണ്ട്. പിന്നെയുള്ളത് ടെട്രാഗണലിലാണ്. പിന്നെയുള്ള ആരാണ്? ടെട്രാഗണലിലാണ് BCC. പിന്നെയുള്ളത് ഓർത്തോറോംബിക്കിൽ. ആരിലാണ്? ഓർത്തോറോംബിക്കിൽ. ഓക്കെ, ഇനിയുള്ള നമ്മുടെ ആരാണ്? FCC. FCC എവിടെയുണ്ട്? ക്യൂബിക്കിലുണ്ട്. FCC എവിടെയുണ്ട്? നമ്മുടെ ക്യൂബിക്കിലുണ്ട്. FCC ക്യൂബിക്കിലുണ്ട്. പിന്നെയുള്ളത് ആരിലാണ്? ഓർത്തോറോംബിക്കിലാണ്. ആരിലാണ്? ഓർത്തോറോംബിക്കിലാണ് FCC ഉള്ളത്. ഇനി ആരാണ്ട്? എൻഡ് സെൻറ്റേഡ്. എൻഡ് സെൻറ്റേഡ് ആരിലാണ് ഇവിടെ ഉള്ളത്? എൻഡ് സെൻറ്റേഡ് ആരിലാണുള്ളത് നോക്കാം നമുക്ക്. ഓർത്തോറോംബിക്കിൽ. എവിടെയാണ്? ഓർത്തോറോംബിക്കിലും തൊട്ടടുത്തുള്ള മോണോക്ലിനിക്കിലുമാണ് നമ്മുടെ എൻഡ് സെൻറ്റേഡ് ഉള്ളത്. ഓക്കെ, ഓർത്തോറോംബിക്കിലും മോണോക്ലിനിക്കിലും. അപ്പോൾ മൊത്തം 14 ബ്രേവിയസ് ലാറ്റിസ് ഉണ്ട്. അതിൽ 7 ഓൾറെഡി 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിലായിട്ട് സിമ്പിൾ ക്യൂബായിട്ട് ഫില്ലായിട്ടുണ്ട്. പിന്നെയുള്ള 7 പേര് അതിനെ നമ്മൾ 3, 2, 2 എന്ന സെറ്റ്, 3, 2, 2 എന്ന സെറ്റിൽ നമ്മൾ 7ആയിട്ട് വീണ്ടും ബാക്കിയുള്ള 7 പേരെയും കൂടി ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം ടോട്ടൽ എത്രയുണ്ട്? 14 ബ്രേവിയസ് ലാറ്റിസ്. ഓക്കെ, അപ്പോൾ ക്യൂബിക്, ട്രൈഗണൽ, ടെട്രാഗണൽ, ഹെക്സഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക് 7 ക്രിസ്റ്റൽ സിസ്റ്റം പഠിച്ചു വെക്കാനുള്ള സൂപ്പർ ഈസി ട്രിക്ക് എന്താണ്? കട്ട് ദി ഹോം ട്രീ. ഇനി അവയുടെ ആക്സിയൽ ലെങ്ത് 2, 2, 3 എന്ന സെറ്റിൽ നമ്മൾ വീതിച്ച് വെച്ചു. അതിൽ ആദ്യത്തെ 2 പേര് ഈക്വലാണ്, അടുത്ത 2 സെറ്റിലെ 2 പേര് ഈക്വലാണ്, അടുത്ത 3 പേര് ഈക്വലാണ്. ആക്ച്വൽ ആംഗിൾസോ ഫസ്റ്റ് സെറ്റിലെയും സെക്കൻഡ് സെറ്റിലെയും തേർഡ് സെറ്റിലെയും ഒരേ ആൾക്കാരാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. പിന്നെ ഉള്ളതോ രണ്ടാമത്തെ ഫസ്റ്റ് സെറ്റിലെ രണ്ടാമത്തെ ആളിന് നോട്ട് ഈക്വൽ ടു 90 ആണ്. ഹെക്സഗണൽ വരുമ്പോൾ ഓർത്തിരിക്കുക 12 അല്ലേ, ഹെക്സയുടെ ഇരട്ടി 12 വരുന്നുണ്ട്. അപ്പോൾ ആൽഫയും ബീറ്റയും 90 ആണ്, ഗാമ 120 ആണ്. ഇനി ഓർത്തോറോംബിക്കിൽ എന്താണ് പറഞ്ഞു? സെയിം, ഇതിലെ ഫസ്റ്റ് ഈക്വലാണ്. ഇനി മോണോക്ലിനിക്കിൽ ആൽഫയും ഗാമയും 90 ആണ്, പക്ഷേ ബീറ്റ എന്തല്ല 90 അല്ല. ട്രൈക്ലിനിക്കിൽ ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു മീൻസ് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിലൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഇതിലെല്ലാം ഈക്വൽ അല്ലേ കിടക്കുന്നത്. ഫസ്റ്റത്തെ ആളിൽ A ഈക്വൽ ടു B ഈക്വൽ ടു C,
ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. അതുകൊണ്ട് നമ്മൾ ക്യൂബിക്കിനെ പറയും സിമ്മട്രിക്. എന്താണ്? സിമ്മട്രിക്. എന്താണ്? കംപ്ലീറ്റ് സിമ്മട്രിക്. നമ്മൾ എന്ത് പറയടാ? സിമ്മട്രിക്. ട്രൈക്ലിനിക്കോ? ട്രൈക്ലിനിക്കിലോ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. അതായത് ഒന്ന് ഈക്വൽ അല്ല. അതുകൊണ്ട് ലീസ്റ്റ് സിമ്മട്രി, അല്ലെങ്കിൽ നമുക്ക് കുറേ സിമ്മട്രി ഇല്ലാത്തത് ആരാണ്? നമ്മുടെ ട്രൈക്ലിനിക്കാണ്. ഇവിടെ എന്തില്ല? സിമ്മട്രി ഇല്ല. നോ സിമ്മട്രി അല്ലേ? നോ സിമ്മട്രി. ഇവിടെ എന്തില്ല? നമുക്ക് സിമ്മട്രി ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റവും ബ്രവേസ് ലാറ്റിസും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.